കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് INTUC-യുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലയിൽ അധ്യാപകരുടെ പരിശീലനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി പ്രവർത്തിച്ചു വരുന്ന BRC-യിൽ 32 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ പണം തിരിച്ചടയ്ക്കുകയും 2 താൽക്കാലിക ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നിലവിൽ നടത്താത്ത പരിപാടികളുടെ പേരിലും പരിശീലനത്തിനായി വാങ്ങിയതിൻ്റെയും ശമ്പളം ഉൾപ്പെടെ മറ്റ് ജീവനക്കാർക്ക് നൽകുന്നതിലും വീഴ്ചയുള്ളതായി നിരവധി തവണ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയത് 2 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ആണെന്നിരിക്കെ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കട്ടപ്പന BRC-യിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും കേവലം 2 കരാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് നടപടി അവസാനിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ ഇടപെടൽ സംശയാസ്പദമാണെന്നും INTUC കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു പറഞ്ഞു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് മറ്റ് അംഗപരിമിതരും അതുപോലെ തന്നെ മറ്റ് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പരിശീലനം കൊടുക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന സ്ഥാപനങ്ങളും ക്ലസ്റ്ററുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിനുള്ള വന്നിട്ടുള്ള സാമ്പത്തിക മുഴുവനും ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 വർഷക്കാലത്തെ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 10 വർഷത്തെ കാലത്തെ സാമ്പത്തിക വിക്രയങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ കരാറ് ആളുകളെ ഉപയോഗിച്ച് വലിയ തട്ടിപ്പ് നടത്തുകയും പരാതി പുറത്തു വന്ന സമയത്ത് അവരെ മാത്രം 2 പേരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെടുകയും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം കുറ്റക്കാരിൽ നിന്നും ഈടാക്കണമെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും INTUC കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി BRC ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.